Our next topic is Simpson's rule. നമ്മൾ ന്യൂമറിക്കൽ ഇൻ്റഗ്രേഷനിൽ രണ്ട് മെത്തേഡ് പഠിച്ചു, റീമാൻ സമ്മും പിന്നെ ട്രപ്പിസോയിഡൽ റൂളും പഠിച്ചു. മൂന്നാമത്തെ മെത്തേഡാണ് സിംപ്സൺസ് റൂൾ എന്ന് പറയുന്നത്. അപ്പോൾ സിംപ്സൺസ് റൂളിൽ ട്രപ്പിസോയിഡൽ റൂളിൽ നമ്മൾ ഓരോ ട്രപ്പിസോയിഡ് വെച്ചിട്ട് തന്നിട്ടുള്ള ഫംഗ്ഷൻ്റെ ഏരിയ കാണും, എന്നിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യും. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് സിംപ്സൺസ് റൂളിൽ ചെയ്യാൻ പോകുന്നത് ഓരോ പരാബോളകൾ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, തന്നിട്ടുള്ള ഫംഗ്ഷനെ അപ്രോക്സിമേറ്റ് ചെയ്ത് അതിൻ്റെ ഏരിയ കാണും. അപ്പോൾ സിംപ്സൺസ് റൂളിൽ കാണുമ്പോൾ നമുക്ക് ശരിക്കും ഇൻ്റഗ്രൽ വാല്യൂവിൻ്റെ ഇത്തിരി കൂടെ അടുത്ത് വരും, ട്രപ്പിസോയിഡൽ റൂളിനേക്കാളും കുറച്ചും കൂടെ അടുത്ത് വരും. അപ്പോൾ അതിന് ഞാനിപ്പോൾ നമ്മുടെ ഗ്രാഫ് തന്നിട്ടുള്ള ഗ്രാഫിൻ്റെ ഫംഗ്ഷൻ ശരിക്കും ഇപ്പോൾ നിങ്ങൾക്ക് ഒരു y എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഇങ്ങനെയാണ് ചോദിക്കാം, ഇങ്ങനെയൊക്കെയാ തരുന്നത്. അപ്പം അതിൽ നമുക്ക് കുറേ പരാബോളകൾ കിട്ടും അല്ലേ. അപ്പം അതിൽ ഓരോ പരാബോള എടുത്ത് അതിനടിയിലുള്ള പോർഷൻ്റെ ഏരിയ കാണാം. അതാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മൾ ജസ്റ്റ് ഒരു പരാബോളയുടെ ഒരു സെക്ഷൻ എടുത്തു. അപ്പം ഇതിൻ്റെ ഫംഗ്ഷൻ നമുക്ക് എന്താണെന്ന് അറിയില്ല. അപ്പോൾ y = ax² + bx + c എന്ന് പറഞ്ഞാൽ ഒരു ജനറൽ ഫോം എടുത്തു, ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എടുത്തു. അതാണ് നമ്മുടെ ഫംഗ്ഷൻ എന്നെടുക്കുക. അതിനെ നമുക്ക് -h തൊട്ട് h വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. -h തൊട്ട് h വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. പിന്നെ അതിനിടയിലൊരു പോയിന്റ് നമ്മൾ എടുത്തിട്ടുള്ളൂ, 0 എന്ന് പറഞ്ഞ പോയിന്റ്. -hലുള്ള ഫംഗ്ഷൻ വാല്യൂ y0, 0ലുള്ള ഫംഗ്ഷൻ വാല്യൂ y1, hലുള്ള ഫംഗ്ഷൻ വാല്യൂ y2. ഇത്രയും കാര്യങ്ങളാണ് നമുക്കറിയാവുന്നത്. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇതിന് അടിയിലുള്ള ഭാഗത്തിൻ്റെ ഏരിയ ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ആ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ, ശരിക്കും ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. -h to h ഈ ഫംഗ്ഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് ആ ഏരിയ കിട്ടും. അപ്പോൾ നമ്മൾ അതാണ് കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇൻ്റഗ്രൽ -h to h ax² + bx + c dx. അപ്പം അത് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇതൊരു വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. ax³ / 3 അല്ലേ പ്ലസ് bx² / 2 + cx -h to h. എച്ചിൻ്റെ വാല്യൂ ഇവിടെ കൊടുക്കുമ്പോൾ നമ്മൾ -h to h എന്ന് പറഞ്ഞാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യണത്. അപ്പോൾ ഇവിടെ ഈ ax³ / 3 x³ എന്ന് പറഞ്ഞാൽ എന്ത് ഫംഗ്ഷനാണ്, ഓഡ് ഫംഗ്ഷനാണ്. അപ്പം -h to h ചെയ്യുമ്പോൾ ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ നമ്മളിവിടെ എന്ത് വരും, അപ്പം എന്തായാലും നമുക്ക് അങ്ങനെ നോക്കണ്ട. അപ്പം ജസ്റ്റ് ലിമിറ്റ് കൊടുക്കാം. h കൊടുത്തു കഴിഞ്ഞാൽ ah³ / 3 + bh² / 2 + ch -h³ എന്ന് പറഞ്ഞാൽ എന്ത് വരും, -h അല്ലേ, -h³ / 3 + h² എന്ന് പറഞ്ഞാൽ h² ആണ്. അപ്പം bh² / 2 ഇവിടെ മൈനസ് വരും അല്ലേ, ഇവിടുത്തെ -h കൊടുക്കുമ്പോൾ -ch. ഇപ്പം ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ah³ / 3 ഇവിടെയുണ്ട്, മൈനസും പ്ലസ് ആവും. അപ്പം നമുക്ക് 2ah³ / 3 പിന്നെ bh² / 2 ഇവിടെയുണ്ട്, ഇവിടെ -bh² / 2 രണ്ടും കൂടെ ക്യാൻസൽ ആയി 0 ആയിപ്പോയി. ഇത് ch എന്ന് പറഞ്ഞാൽ രണ്ട് സ്ഥലത്തും കോമൺ ആണ്. അപ്പം +2ch. അപ്പം ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് ഇതിങ്ങനെയാണ് കിട്ടുക. ഇനി നമ്മൾ അതിനെ എന്ത് ചെയ്യാം, ഈ y-ന്റെ ടൈമിലേക്ക് ആക്കി മാറ്റാം. ഈ 2ah³ + 2ch എന്ന് പറഞ്ഞാൽ ഈ ഫംഗ്ഷനെ നമ്മൾ എന്തിൻ്റെ ടൈമിലേക്ക് ആക്കി മാറ്റണം, y1 y2 അതുപോലെ y0 ആ ഫംഗ്ഷൻ്റെ ടൈമിലേക്ക് ആക്കി മാറ്റണം. അപ്പം അങ്ങനെയാണ് നമ്മൾ ട്രപ്പിസോയിഡൽ റൂളിൽ അതുപോലെ y-ന്റെ ടൈമിലായിരുന്നു ഫുള്ള് നമ്മൾ ആ ഇക്വേഷൻ എഴുതി. അതുപോലെ ഇവിടെ ആ ഇക്വേഷൻ എഴുതാൻ വേണ്ടിയാണ് നമ്മൾ നോക്കുന്നത്. അപ്പം ഇവിടെ നിന്ന് നമുക്ക് കോമൺ ആയിട്ട് എടുക്കാൻ പറ്റുന്നത് എന്താ, ഒരു h/3 കോമൺ ആയിട്ട് എടുത്തു. h/3 കോമൺ ആയിട്ട് എടുത്താൽ ബാക്കി ഇവിടെ എന്തുണ്ട്,
2ah² പ്ലസ് ഇവിടെ h/3 എടുക്കാനില്ല. അപ്പോൾ 3 എടുത്തു കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ കൂടെ വേണം. അപ്പോൾ 6c വരും. അപ്പോൾ ഇതാണ് ഇപ്പോൾ നമുക്ക് ലാസ്റ്റ് കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മൾ ഇതിനെ മുഴുവൻ വൈൻ്റെ ടേമിലേക്ക് ആക്കാൻ പോവാം. അപ്പോൾ നമ്മുടെ കേർവ് പാസ് ചെയ്യുന്ന പോയിന്റുകൾ ഏതൊക്കെയാണ്? -h y0, 0 y1, പിന്നെ h y2, ഈ 3 പോയിന്റ് അല്ലേ. അപ്പൊ ഈ ഓരോ പോയിന്റ് കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് ഇക്വേഷൻസുകൾ കിട്ടും. അപ്പൊ അത് നോക്കാം. ഫസ്റ്റ് നമുക്കറിയാവുന്നത് ഈ ഇക്വേഷൻ ഓർത്ത് വെക്കുക, h/3ah² + 6c. അതിനെയാണ് നമ്മൾ മാറ്റാൻ വേണ്ടി പോകുന്നത്. നമുക്കറിയാം the curve passes through -h y0, 0 y1 and h y2. ഈ പോയിന്റിലൂടെയൊക്കെ പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ y0 എന്ന് പറഞ്ഞ ഇക്വേഷൻ എങ്ങനെ കിട്ടാം? y0 എന്ന് പറഞ്ഞാൽ എക്സിന് -h കൊടുക്കുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് അല്ലേ. അപ്പോൾ y0 we have y0 ഇവിടെ h-ന് -h കൊടുത്ത് ഇവിടെ x-ന് -h കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്ത് കിട്ടും? ah² - bh + c എന്ന് പറയുന്നത് y0 ആയിട്ട് കിട്ടും അല്ലേ. അതുപോലെ y1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x-ന് 0 കൊടുക്കും. x-ന് 0 കൊടുത്താൽ എന്ത് കിട്ടും? c. അപ്പോൾ c എന്ന് പറയുന്നത് y1. ഇനി അടുത്തത് y2 എന്ന് പറയുന്നത് എന്താ? h കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ah² + bh + c എന്ന് പറയുന്നതാണ് y2. ഇനി നമ്മൾ ഈ ഇക്വേഷനിൽ നിന്ന് നമ്മൾ കണ്ടുപിടിച്ച ഇക്വേഷനിൽ ah² + 6c എന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റിയ വാല്യൂസ് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് അതിൽ c എന്ന് പറഞ്ഞാൽ y1 ആണെന്ന് കിട്ടും അല്ലേ. c എന്ന് പറഞ്ഞാൽ y1 ആണെന്ന് കിട്ടും. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. y0 + y2 ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് എന്ത് കിട്ടും? 2ah² + 2c കിട്ടുമല്ലോ. 2 കോമൺ ആയിട്ട് എടുക്കാം. ah² + c കിട്ടും. അപ്പോൾ ഇതൊക്കെ നമുക്ക് ആ ഇക്വേഷനിൽ ആഡ് ചെയ്യാൻ പറ്റുമോ നോക്കാം അല്ലേ. നമുക്ക് അവിടെ കിട്ടിയ ഇക്വേഷൻ എന്തായിരുന്നു? h/3 2ah² + 6c ആയിരുന്നു അല്ലേ. അപ്പം ഇതിൽ നമ്മൾ h/3 ഇവിടെ ഇരുന്നോട്ടെ. ബാക്കി ഇവിടെ 2ah² + 2cക്ക് നമുക്ക് y0 + y1 കൊടുക്കാം അല്ലേ. അപ്പം അതിന് y0 + y1 കൊടുത്ത ബാക്കി എത്രയുണ്ട്? y2 കൊടുത്താൽ ബാക്കി നമുക്ക് 4c ഉണ്ട്. അപ്പം c എന്ന് പറയുന്നത് y1 ആയതുകൊണ്ട് ഇവിടെ 4y1 കൊടുത്തൂടെ. അല്ലെങ്കിൽ നമുക്ക് ഇതിനെ മാറ്റി എഴുതാം. ഇത്രയും മതി. ഇപ്പം നമ്മൾ 3 ടേമുകളെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഇക്വേഷൻ ഇപ്പം ഇനി ഓർഡറിലാക്കി എഴുതി എങ്ങനെ വരും? ഇപ്പം ഇത് ഇൻ്റഗ്രലിൻ്റെ വാല്യൂ ആണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഇൻ്റഗ്രൽ എഴുതിയിട്ട് എഴുതിയാൽ മതി ഇവിടെ. അപ്പോൾ ഇതിന് മുന്നേ ഇൻ്റഗ്രൽ എഴുതാം. ഇത് അതിന് ശേഷം എഴുതിയാലും കുഴപ്പമില്ല. അപ്പോൾ ഇൻ്റഗ്രൽ -h to h ax² + bx + c dx എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി? h/3 ഇത് ഓർഡറിൽ എഴുതാം. y0 + 4y1 + y2. ഇപ്പോൾ ഒരു 2 ടേമും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് 4y1, ഇനി അതിന് മുന്നത്തെ ടേമുകൾ സെക്കൻഡ് ടേമുകളൊക്കെ വരുന്നത് 2y1 അങ്ങനെ ആ ഫോമിലാണ് വരിക. അപ്പോൾ ഇത് ജസ്റ്റ് ചെറിയൊരു പരാബോള നമ്മൾ എടുത്തത്. അപ്പോൾ ഇനി ഇത് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ n ടേമുകളുള്ള, ഇതിപ്പോൾ 3 ടേമേ ഉള്ളൂ, n ടേമുകളൊക്കെ ഉള്ള ഒരു പരാബോളയുടെ കേസിലേക്ക് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സിംപ്സൺസ് റൂൾ അവിടെ കിട്ടും. അപ്പോൾ ജസ്റ്റ് ഇതിങ്ങനെ ഇക്വേഷൻ ഫോം ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാക്കി. അപ്പോൾ ഇതറിയേണ്ട കാര്യമില്ല, നമുക്ക് ഇക്വേഷൻ മാത്രമേ അറിയേണ്ട കാര്യമുള്ളൂ. അപ്പോൾ നമുക്ക് ഇക്വേഷൻ വെച്ചിട്ട് നോക്കാം എങ്ങനെയാണ് അത് വരുന്നത്. ജസ്റ്റ് ഒരു ഗ്രാഫ്
തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഫംഗ്ഷൻ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഇതാണെന്ന് വിചാരിക്കുക. ഇതാ ഈ ഫംഗ്ഷൻ, ഇതാണ് ഇങ്ങനെ പോകുന്ന ഈ ഫംഗ്ഷൻ. ഇതൊരു പ്രത്യേക രൂപത്തിലാണ്, നമുക്ക് രൂപമൊന്നും അറിയത്തില്ല. അപ്പോൾ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഇതാണ്. അപ്പം അതിൻ്റെ ഇൻ്റഗ്രേഷനാണ് നമുക്ക് കാണേണ്ടത്. എന്ന് വെച്ചാൽ ആ ഗ്രാഫിനടിയിലുള്ള പോർഷൻ്റെയും എക്സ് ആക്സിസിന് ഇടയിലുള്ള ഭാഗത്തിൻ്റെ ഏരിയയാണ് നമുക്ക് കാണേണ്ടത് അല്ല. ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ അതാണല്ലോ ശരിക്കും. അപ്പോൾ അത് കാണാനായിട്ട് നമ്മളിവിടെ ഈ സിംപ്സൺസ് റൂളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പരാബോള കൊണ്ട് നമ്മൾ അതിനെ അപ്രോക്സിമേറ്റ് ചെയ്യും. ഓരോ കർവിൻ്റെയും അടുത്തായിട്ട് നമ്മൾ ഓരോ പരാബോളേഴ്സ് വരയ്ക്കും. അപ്പോൾ ഇവിടെ നമ്മളിങ്ങനെ പരാബോളകൾ ആക്കിയിട്ട് ആ പരാബോളിക് കർവാണ് ഞാൻ ഇപ്പോൾ ഇവിടെ വരച്ചേക്കുന്നത്. ഈ കർവ് പരാബോളിക് കർവ് ആക്കിയിട്ട് വരച്ചേക്കാം. ജസ്റ്റ് ഇതൊക്കെ കർവ് പരാബോളയൊന്നല്ല, ജസ്റ്റ് ഷേപ്പൊക്കെ എന്തോ വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ പരാബോള കൊണ്ട് അതിനെ മാറ്റി. നമ്മൾ ട്രപ്പിസോയിഡൽ റൂളിൽ ട്രപ്പിസോയിഡുകൾ കൊണ്ട് ചെയ്തതുപോലെ ഇവിടെ നമ്മൾ പരാബോള കൊണ്ട് എന്താക്കി ഈ കർവിനെ നമ്മൾ മാറ്റിയത്. അപ്പോൾ നമുക്ക് പാരാബോളയുടെ ഇക്വേഷൻ ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ് കിട്ടുക. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ നമ്മൾ ഇപ്പോൾ ഇവിടെ n ടേംസ് ഉണ്ട്, x0, x1, x2 എക്സെട്ര. n ഇന്റർവെൽ ആയിട്ടാണ് നമ്മൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് ഇത് ഈക്വൽ ഇന്റർവെൽ ആയിട്ട് എടുക്കുക. ഇന്റർവെലുകൾ ഈക്വൽ ആയിട്ട് എടുക്കുക. ഈ xn എന്ന് പറയുന്നത് ബിയും x0 എന്ന് പറയുന്നത് എയും ആണ്. എ തൊട്ട് ബി വരെയാണ് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ സിംപ്സൺസ് റൂൾ പറയുന്നതാണ് the approximate value of the integral of f of x from a to b is given by integral a to b f of x dx approximately equal to ഇതിനെ നമ്മൾ എസ് എന്ന് കൊടുക്കാം. സിംപ്സൺസ് റൂൾ കഴിച്ച് കണ്ടുപിടിക്കുന്ന വാല്യൂവിനെ നമ്മൾ എസ് എന്നാണ് കൊടുക്കുന്നത്. മറ്റേ ടി എന്ന് അപ്രോക്സിമേറ്റ് ചെയ്തതുപോലെ. അപ്പോൾ അതെന്ന് പറഞ്ഞ വാല്യൂ ഇതാണ് h/3 ഇൻറ്റു നമ്മൾ മുന്നേ കണ്ട ഇക്വേഷൻ തന്നെ. പക്ഷെ അതിൽ നമുക്ക് 3 ടേം ഉണ്ടായിരുന്നതുകൊണ്ട് നമുക്ക് ചെറിയൊരു വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റിയില്ല. നമ്മൾ y0 പ്ലസ് 4y1 പ്ലസ് 2y2 പ്ലസ് 4y3 പ്ലസ് എക്സെട്ര പ്ലസ് 2yn-2 പ്ലസ് 4yn-1 പ്ലസ് yn. അപ്പോൾ ഇവിടെ വ്യത്യാസം എന്താ? നേരത്തെ 4ന്റെ ടേം മാത്രമേ കണ്ടിട്ടുള്ളായിരുന്നു, 2ന്റെ ടേം നമ്മൾ കണ്ടില്ല. കാരണം അവിടെ 3 ടേം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും ജസ്റ്റ് y0ഉം yn മാത്രമേ ഉള്ളൂ. പിന്നെ ഓഡ് നമ്പേഴ്സ് y1, y3 അതുപോലെ y5 അങ്ങനെ എക്സെട്ര yn-1 വരെ എന്താണ് വരുന്നത്? അതിൻ്റെ കോഎഫിഷ്യന്റ് 4 ആണ് വരുന്നത്. പിന്നെ ഈവൻ നമ്പേഴ്സിൽ കോഎഫിഷ്യന്റ് 2 വരും. അതാണ് ഇവിടെ ചെറിയ വ്യത്യാസമുള്ളത്. അപ്പോൾ n ടേമുകളുള്ള കേസിലാണെങ്കിൽ നമുക്കിങ്ങനെ വരും. അപ്പോൾ ഇവിടെ y വാല്യൂസ് എന്ന് പറഞ്ഞാൽ എന്താ? y വാല്യൂസ് എന്ന് പറഞ്ഞാൽ x0കളിലെ വാല്യൂസാണ് അല്ല, x0ലെ ഫംഗ്ഷൻ വാല്യൂസാണ്. അപ്പോൾ y വാല്യൂസ് എന്താണെന്നൊക്കെ നമുക്ക് എഴുതാം. Y's are the values of f at the partition points. ഏതൊക്കെയാണ്? x0 equal to a, x1 equal to a plus h, x2 എന്ന് പറയുന്നത് നമ്മൾ h ആണ്, h വെച്ച് ആഡ് ചെയ്താ പോണത്. h എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് സൈസ് ആണ്. അപ്പോൾ h കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള മാർഗം എന്താ? b-a/n ചെയ്താൽ മതി h കണ്ടുപിടിക്കാൻ. അപ്പോൾ x2 എന്ന് പറയുന്നത് a plus 2h അങ്ങനെ എക്സെട്ര. xn-1 എന്ന് പറയുന്നത് എന്താ? xn-1 എന്ന് പറഞ്ഞാൽ a plus n-1 ഇൻറ്റു h, xn എന്ന് പറയുന്നത് b. അപ്പോൾ ഈ f of x0 ആണ് y0, f of x1 ആണ് y1, f of x2 ആണ് y2 അങ്ങനെ എക്സെട്ര. പിന്നെ n നമ്മൾ ഈവൻ ആയിട്ട് എടുത്തത് കേട്ടോ. ഇവിടെ n എന്ന് പറയുന്നത് ദ നമ്പർ n ഈസ് ഈവൻ. n ഈവൻ ആൻഡ് h എന്ന് പറയുന്നത്
ബി മൈനസ് എ ബൈ എൻ ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ അറിയെങ്കിൽ നമുക്ക് സിംപ്സൺസ് റൂൾ വെച്ചിട്ട് ഇന്റഗ്രലിന്റെ അപ്രോക്സിമേറ്റ് വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ ട്രപ്പിസോയിഡൽ റൂളിൽ പഠിച്ചതുപോലെ തന്നെ സിംപ്സൺസ് റൂളിനും എററും ഉണ്ട്, എറർ എസ്റ്റിമേറ്റും കാണാൻ പറ്റും. അപ്പോൾ എറർ എന്ന് പറഞ്ഞാൽ ശരിക്കും ആക്ച്വൽ വാല്യൂവിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അപ്രോക്സിമേറ്റ് വാല്യൂ കുറച്ചാലാണ് എറർ കിട്ടുക. അപ്പോൾ എററിന്റെ സിംപ്സൺ റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമ്മൾ ES വെച്ച് ഡിനോട്ട് ചെയ്യും. അപ്പോൾ ആക്ച്വൽ ഇന്റഗ്രൽ വാല്യൂ മൈനസ് S എന്ന് പറഞ്ഞാൽ സിംപ്സൺസ് റൂൾ വെച്ച് കിട്ടുന്ന അതിന്റെ അപ്രോക്സിമേറ്റ് വാല്യൂ. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എറർ കിട്ടും. ഇനി എറർ എസ്റ്റിമേറ്റ് ഫോർ ദ സിംപ്സൺസ് റൂൾ. അപ്പോൾ അതിന്റെ സ്റ്റേറ്റ്മെന്റ് ഇതാണ്. നമ്മൾ ട്രപ്പിസോയിഡൽ റൂളിൽ പറഞ്ഞ പോലെ ഇവിടെ എറർ എന്ന് പറഞ്ഞത് സിംപ്സൺസ് റൂളിന് എറർ കുറവായിരിക്കും. ട്രപ്പിസോയിഡൽ റൂളിനേക്കാളും സിംപ്സൺസ് റൂളിന് എറർ തീരെ കുറവായിരിക്കും. അപ്പോൾ അതിൽ നമുക്ക് എറർ കണ്ടുപിടിക്കാൻ, എററിന്റെ എസ്റ്റിമേറ്റ് കണ്ടുപിടിക്കാൻ, എന്ന് വെച്ചാൽ എററിന് ഒരു അപ്പർ ബൗണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഈ മെത്തേഡ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം അതിന് ഇഫ് F4 is continuous and M is any upper bound for the values of mod F4 on closed AB, then mod ES less than or equal to B minus A by 180 into H raised to 4M. എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോർത്ത് ഡെറിവേറ്റീവ്, എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെയാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഫംഗ്ഷന്റെ ഫോർത്ത് ഡെറിവേറ്റീവ് കണ്ടിന്യൂസ് ആവണം. ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റണമെങ്കിൽ ഫോർത്ത് ഡെറിവേറ്റീവ് കണ്ടിന്യൂസ് ആവണം. ഈ മോഡ് F4 എന്ന് പറയുന്നതിന് ഒരു അപ്പർ ബൗണ്ട്, ഇത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഒരു M എന്ന് പറഞ്ഞ ഒരു അപ്പർ ബൗണ്ട് കണ്ടുപിടിക്കാൻ പറ്റണം. അപ്പൊ ഇങ്ങനെ ഒരു M എന്ന് പറഞ്ഞ അപ്പർ ബൗണ്ട് കണ്ടുപിടിക്കാൻ പറ്റുവാണെങ്കിൽ നമ്മുടെ ഈ എറർ എസ്റ്റിമേറ്റിന്, എററിനുള്ള ഒരു അപ്പർ ബൗണ്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പർ ബൗണ്ട് എന്ന് പറയുന്നതാണ് B മൈനസ് A ബൈ 180 ഇൻറ്റു H റേസ് ടു 4 ഇൻറ്റു N എന്ന് പറഞ്ഞാൽ ഈ അപ്പർ ബൗണ്ടാണ്. അപ്പോൾ H എന്ന് പറഞ്ഞാൽ നമുക്കറിയാം B മൈനസ് A ബൈ N ആണ്. അപ്പോൾ ഇത്രയും വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന് അപ്പർ ബൗണ്ട് കിട്ടും. ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് അപ്പർ ബൗണ്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഈ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമുക്ക് കാണിച്ചു തരാം. ഫോർത്ത് ഡെറിവേറ്റീവ് വരെ കണ്ടുപിടിച്ച് കണ്ടിന്യൂസ് ആണോ ചെക്ക് ചെയ്യണം. അതാണ് വ്യത്യാസം. മറ്റേതിൽ നമുക്ക് ഫോർത്ത് ഡെറിവേറ്റീവ് വരെ വേണ്ടായിരുന്നു, സെക്കൻഡ് ഡെറിവേറ്റീവ് വരെ മതിയായിരുന്നു. ട്രപ്പിസോയിഡൽ റൂൾ ചെയ്തപ്പോഴാണെങ്കിൽ നമ്മൾ സെക്കൻഡ് ഡെറിവേറ്റീവ് വരെയായിരുന്നു കണ്ടുപിടിച്ചത്. അപ്പം നമുക്ക് പ്രോബ്ലംസ് നോക്കാം.